Hello friends, welcome back to our channel. ഓണക്കാലം ആവാറായതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഓണസദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പ്രഥമനാണിത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടാണ്. ഈ ഒരു പ്രഥമനമെല്ലാം ശരിക്കും വേറെ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രഥമനാണിത്. അതുപോലെ തന്നെ ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പഴം പ്രഥമൻ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മുടെ പഴം പ്രഥമൻ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതായത് 1/2 കിലോ അളവിലാണ് നേന്ത്രപ്പഴം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നിവിടെ പഴം പുഴുങ്ങാതെയാണ് ഈ ഒരു പ്രഥമൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് നേന്ത്രപ്പഴത്തിൻ്റെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നടുവിൽ കൂടെ ഒന്ന് മുറിച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 3 പഴവും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ചെറിയ പീസസ് ആയിട്ട് വേണം അങ്ങനെയൊന്നുമില്ല, നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് എങ്ങനത്തെ പീസാണോ സൗകര്യം അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതേ 3 പഴവും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത്യാവശ്യം ചൂട് കട്ടിയുള്ള ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ചും തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യ് നന്നായിട്ടൊന്ന് ഉരുകി വരുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പീസ് ഈ ഒരു നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ടിയുള്ള പാനല്ല, വീട്ടിൽ ഉരുളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉരുളിയിൽ തന്നെ ചെയ്തെടുക്കാം. അതാണ് കുറച്ചുകൂടെ എളുപ്പം ഉണ്ടാവുക. എൻ്റെ അടുത്ത് ഇപ്പോൾ വലിയ ഉരുളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാനിൽ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ നേന്ത്രപ്പഴം ആ നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴാണ് ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ തന്നെ നന്നായിട്ടൊന്ന് കൂടി കിട്ടുക. ഇതുപോലെ ഒന്ന് വഴറ്റി നമുക്ക് ഈ ഒരു പഴം നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലല്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വഴറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പഴം വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ളൊരു ശർക്കര പാനിയും കൂടെ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരു സമയത്ത് തന്നെ ഞാൻ മറ്റൊരു സ്റ്റൗവിലേക്ക് വേറൊരു പാൻ വെച്ച് അതിലേക്ക് 1 കപ്പ് അളവിൽ ശർക്കര പൊടിയാണ് ചേർക്കുന്നത്. ശർക്കര പൊടി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടയായിട്ടുള്ള ശർക്കര ഒന്ന് കുത്തി പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കി നന്നായിട്ടൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ കട്ടിയായിട്ട് തന്നെ ശർക്കര ഇടുകയാണ് നമ്മൾ കുത്തി പൊട്ടിക്കാണ്ട് ഇടുക എന്നുണ്ടെങ്കിൽ അതൊന്ന് മെൽറ്റായി വരാനായിട്ട് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇടുന്നത്. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ശർക്കരപ്പൊടി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 1 കപ്പ് അളവ് ശർക്കരപ്പൊടിയിൽ ഒരു മീഡിയം മധുരമായിരിക്കും ഉണ്ടാവുക. നല്ല കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.25 കപ്പൊക്കെ തന്നെ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഒരു മീഡിയം മധുരത്തിലേ ഉണ്ടാക്കുന്നുള്ളൂ. ശർക്കരയൊക്കെ തന്നെ നന്നായി തിളച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് അങ്ങോട്ട് കുറുക്കി കട്ടിയാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 4-5 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളയ്ക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പഴം വെച്ചിരുന്നല്ലോ, അപ്പോൾ അതും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് അടുക്കി പിടിച്ച് പോവും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയും കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പഴം അത്യാവശ്യം തന്നെ ഒന്ന് വെന്തും വന്നിട്ടുണ്ട് ആ നെയ്യിൽ കിടന്നിട്ട്. ഇനി തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മറ്റേ മെത്തേഡിൽ ചെയ്യുമ്പോൾ പഴം വേവിച്ചതിന് ശേഷം മിക്സിയിൽ അരച്ചെടുത്തിട്ടൊക്കെയാണ് ചെയ്യുക. അപ്പോൾ വല്ലാണ്ട് ആ ഒരു കുഴമ്പ് പരുവത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ പൊതുവേ കുറച്ചൊന്ന് പഴം ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി. അതുകൊണ്ട് നിങ്ങൾക്കും കൂടെ ആ ഒരു മെത്തേഡ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെ പഴം നമ്മൾ തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ പീസസ് ആയിട്ട് അവിടെ തന്നെ ബാക്കി കിടക്കുന്നുമുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ശർക്കരപ്പാനി അരിപ്പിയിലൂടെ കുറേശ്ശെയായിട്ട് നമുക്ക് ഈ ഒരു പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല, പകുതി പാനിയെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഈ ഒരു പഴം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുഴുവനായിട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പഴം മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പകുതി ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അരിച്ചിട്ട് തന്നെ ഒഴിക്കുക. എങ്ങാനും കല്ലോ പൊടി ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പായസത്തിൽ മൊത്തം അത് പ്രശ്നമായി പോവും. അപ്പോൾ അരിപ്പ് വെച്ച് അരിച്ച് തന്നെ ശർക്കരപ്പാനി ഒഴിക്കുക. ഇനി ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് വരട്ടിയെടുക്കണം. നമ്മൾ ചക്കയൊക്കെ തന്നെ വരട്ടൂലേ, ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ ഒരു നേന്ത്രപ്പഴവും വരട്ടിയെടുക്കുന്നത്. അങ്ങനെ നമ്മൾ പ്രഥമൻ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നോർമൽ നമ്മൾ വെറുതെ ശർക്കരപ്പാനി ഒഴിച്ച് വേവിക്കുന്നതിനേക്കാളും ഇതുപോലെ പഴത്തിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഒരു 4-5 മിനിറ്റ് ഇതുപോലെ പഴവും പാനിയും കൂടെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ്, ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പം ആകെ കൂടെ കരിഞ്ഞ് അടുക്കി പിടിച്ച് ആ ഒരു ടേസ്റ്റേ മാറിപ്പോവും.
അപ്പോൾ ഇതൊരു 4-5 മിനിറ്റ് നമ്മൾ പഴമൊക്കെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അളവിലാണ് 2ാം പാൽ എടുത്തിരിക്കുന്നത്. 2ാം പാലെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്ന പാലാണ്, കട്ടിപ്പാലല്ല. അപ്പോൾ നമ്മൾ ആദ്യം കട്ടിപ്പാൽ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പായസം മൊത്തം പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ടുള്ള പാൽ ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പഴം ആദ്യം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 4-5 മിനിറ്റ് കൂടെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ചൊന്ന് കുറുകി വരുന്ന ആ ഒരു പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ ഇത് ചെയ്യുമ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് ചെയ്യുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 4-5 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടു പോകരുത്. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന മാതിരി സ്റ്റൗവിൽ വെച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം അടി പിടിച്ച് കേടായി പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ വേണം. അപ്പോൾ നമ്മുടെ കൂട്ടൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് അത്യാവശ്യം ഒന്ന് കുറുകി ആ ഒരു ഫോമിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്കൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. ഇതിനകത്തേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നോർമലി ശർക്കര കൊണ്ടുള്ള പ്രഥമനൊക്കെ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ആരും ചേർക്കാറില്ല. പക്ഷേ ഈ ഒരു പഞ്ചസാര ഈ ഒരു അളവിൽ ചേർത്ത് കഴിയുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കാരണം പഴത്തിന് ഒരു ലൈറ്റായിട്ടൊരു പുളി ഉണ്ടാവില്ലേ, ഏത് പഴമാണെങ്കിലും ഒരു ചെറിയ പുളി ഉണ്ടാവും. അതുപോലെ ശർക്കരയുമാണ്. അപ്പോൾ ആ ഒരു കുന്നൽ മാറാനായിട്ട് ഇതുപോലെ പഞ്ചസാര ചേർക്കുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യും. നല്ല ടേസ്റ്റും ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആവാനായിട്ട്. ഇനി എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചുക്കിൻ്റെ പൊടിയാണ്. അത് 1/2 ടീസ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു പഴം പ്രഥമന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടുക. പിന്നെ ഇതിൻ്റെ കൂടെ ജീരകം പൊടി ചേർക്കുന്നവരുണ്ട്. ആ ഒരു ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ പക്ഷെ അത് ചേർക്കുന്നില്ല, ഇത് മാത്രമേ ഇടുന്നുള്ളൂ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് അടുത്തായിട്ട് വേണ്ടത് തേങ്ങയുടെ 1ാം പാലാണ്. അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് നമ്മൾ തേങ്ങയുടെ 1ാം പാൽ ഒഴിക്കരുത്. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് ആ ഒരു തിളയൊന്ന് മാറിയതിന് ശേഷം മാത്രം വേണം നമ്മൾ ഈ ഒരു പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ തേങ്ങയുടെ ഈ ഒരു കട്ടിയുള്ള പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തിളയ്ക്കരുത്. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോവും, ആ ഒരു പിരിഞ്ഞ ടെക്സ്ചർ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോയിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഞാൻ ഈ ഒരു പാത്രത്തിൽ നിന്ന് ഒരു ചെറിയ ഉരുളിയിലേക്ക് ഈ ഒരു പ്രഥമൻ മാറ്റുന്നുണ്ട്. അപ്പോൾ സെർവ് ചെയ്യാനും നല്ലതായിരിക്കുന്നു കരുതി ചെറിയൊരു ഉരുളിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ പ്രഥമൻ ഇപ്പോൾ ഉള്ളത്. വല്ലാണ്ട് കട്ടിയല്ല, എന്നാൽ വല്ലാണ്ട് ലൂസായിട്ടും അല്ല. ഇനി ഒരു പ്രഥമനിലേക്ക് വറുത്തിടാനായിട്ട് ഞാനൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യ് നന്നായിട്ടൊന്ന് ഉരുകി വരുമ്പം ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ പൊതുവേ പഴം പ്രഥമനകത്ത് തേങ്ങാക്കൊത്ത് മാത്രമേ എല്ലാവരും ചേർക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനും അത് മാത്രമേ എപ്പോഴും ഇടാറുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേറെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, തേങ്ങ ആയതുകൊണ്ട് തന്നെ. ഇനി നമ്മൾ ചൂടോടുകൂടെ തന്നെ ആ ഒരു പ്രഥമനിലേക്ക് ഈ ഒരു തേങ്ങാക്കൊത്തും നെയ്യും കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. പഴം പ്രഥമൻ ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രഥമനാണിത്. അപ്പോൾ ഈ ഓണക്കാലം ആയതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഓരോ വിധത്തിലുള്ള പായസങ്ങളായിരിക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കുക അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു പഴം പ്രഥമൻ തീർച്ചയായും ഈ ഒരു ഓണസദ്യക്ക് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പഴം അരച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ലൂസായിട്ട് കുടിക്കാൻ താല്പര്യമുള്ളവർക്ക് പഴം പുഴുങ്ങിയിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചതിന് ശേഷം ഇതേ ഒരു മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാം. നെയ്യൊന്ന് ചൂടാക്കിയിട്ട് ആ ഒരു പഴത്തിൻ്റെ മിക്സ് നെയ്യിലൊന്ന് വഴറ്റിയതിന് ശേഷം ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ പഴം എന്നെപ്പോലെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെയും ചെയ്യാം. ഇവിടെ എല്ലാവർക്കും ഇതുപോലെ പ്രഥമൻ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു പ്രഥമൻ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉടനെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ. അപ്പം ഇനി വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.